ഒറ്റയ്ക്ക് 4 പേരെ കൊന്ന കഴുകമ്മത്തായി വന്നിരിക്കുന്നു. അവൻ ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. അതിന് എടാ, അവനെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മളെ അവൻ ഉപദ്രവിക്കും. ചുമ്മാ പോണം ചേട്ടാ, അവനെ ബഹുമാനിക്കാൻ അവന്റെ തന്തെടുത്തെന്ന് പറയാൻ പറ. എന്നാ ശരി, നിന്റെ ഇഷ്ടം. രാമേന്ദ്ര, നമ്മൾ ഒരേ ദിവസം വന്നു, ഒരേ ദിവസം തന്നെ പുറത്തു പോകുന്നു. നമ്മൾ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ്. ശിക്ഷ കഴിഞ്ഞപ്പോഴാണോ നിനക്ക് കൂടുതൽ വേദന? ചെയ്യാത്ത തെറ്റിനല്ലേ ചേട്ടാ ഞാൻ ശിക്ഷ അനുഭവിച്ചത്. ഇപ്പോൾ വിട്ടയച്ചെങ്കിലും ഇനിമേൽ ഈ ലോകമേ എനിക്കൊരു ജയിലാണ്. നിനക്ക് നാട്ടിലേക്ക് പോകാൻ പ്രയാസമാണെങ്കിൽ എന്റെ കൂടെ വരും. ഇല്ല ചേട്ടാ, എനിക്ക് എന്റെ അമ്മയും പെങ്ങളെയും കാണണം. ഞാനൊരു കള്ളനല്ലെന്ന് വിശ്വസിക്കാൻ ഈ ഭൂമിയിൽ അവർ മാത്രമേ ഉള്ളൂ. നിനക്ക് എന്റെ അഡ്രസ് അറിയാമല്ലോ. അറിയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്റെ വീട്ടിൽ വരണം. വരാം. ശരി, പോവാം. രൂപയോ? ഈ കമ്പനിയുടെ പണം തന്റെ പെങ്ങളെ കെട്ടിക്കാനുള്ളതല്ല. എനിക്കൊരേ ഒരു പെങ്ങളേ ഉള്ളൂ സാർ. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അമ്മ ജീവിച്ചിരിക്കും. അവളെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം. കെട്ടിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ചന്ത കൊണ്ടുപോയി ലേലം വിളിക്കണോ? സാർ, ഞാനൊരു സഹായത്തിന് അപേക്ഷിച്ചു പോയതുകൊണ്ട് ഇത്ര മനുഷ്യത്വമില്ല സംസാരിക്കണം. പണം തരാൻ എനിക്ക് മനസ്സില്ല. ഈ കമ്പനി വക പണം മുതലാളി അറിയാതെ എങ്ങനെയൊക്കെ ചോരുന്നുണ്ടെന്ന് എനിക്കറിയാം. സാറിന് ഈ സ്വത്തും കാറും ബംഗ്ലാവും എല്ലാം ഉണ്ടായത് എങ്ങനെയാണെന്നും എനിക്കറിയാം. ഞാൻ പൊയ്ക്കൊള്ളാം. എനിക്ക് നിങ്ങളുടെ കീഴിലുള്ള ജോലിയും ഒരു പ്രശ്നമല്ല. പക്ഷെ ഇന്ന് തന്നെ ഞാൻ മുതലാളിയെ കണ്ട് ഇവിടെ നടക്കുന്ന കൊള്ളരായ്മകൾ മുഴുവൻ ഞാൻ തുറന്നു പറയും. നിങ്ങളുടെ കള്ളത്തരങ്ങൾ മുഴുവൻ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. മിസ്റ്റർ രാമേന്ദ്രൻ, നിങ്ങൾ സഹോദരിയുടെ വിവാഹത്തിനു വേണ്ടിയാണോ പണം ആവശ്യപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ കള്ളം പറയാറില്ല സർ. എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. ഈ കല്യാണം കൂടെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാലേ എനിക്കൊരു മനസ്സമാധാനമായി. വരൂ വരൂ വരൂ. കടന്നു ചെല്ലു മോളെ, ഓഫീസിന് സമയമായി. സാർ, പണം മോഷ്ടിച്ചത് ഇവനാണ്. രാമേന്ദ്രൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ പണം മോഷ്ടിച്ചത്? ഏമാന്യ രാമേന്ദ്രൻ ഒരിക്കലും അത് ചെയ്യില്ല. സാർ, ഞാൻ പണം ഭരിച്ചെന്ന് പറയാൻ അങ്ങക്ക് എങ്ങനെ മനസ്സ് വന്നു? സാറല്ലേ എനിക്ക് രൂപ തന്നത്. ഞാനോ? ഇൻസ്പെക്ടർ,
ഇവൻ പണം വാങ്ങിച്ചു എന്ന് ഇപ്പൊ മനസ്സിലായോ? എന്നോട് ഈ വഞ്ചന കാണിക്കാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? ഇനി ഒന്നും നോക്കാനില്ല, ഇയാളെ വിലങ്ങ് വയ്ക്കൂ. മനസ്സിലായതാ, എനിക്കെല്ലാം മനസ്സിലായി. ഇന്നത്തെ കള്ളെങ്ങനെയുണ്ട് പറയാ? അല്പം കൂടുതൽ. ആ നീ പോഞ്ഞിക്കനെ മനസ്സിലായതുകൊണ്ടാ. എവിടുത്തെ കണക്ക് പറ. അയാളൊരു ആനക്കാരൻ. എനിക്ക് മന്ദുള്ള ആനക്കാരൻ എന്ന് പറഞ്ഞത്. അയ്യോ ചൂടായ സാറേ, ആനക്കാരെന്ന് പറഞ്ഞ ഇവിടെ ഒരു കുപ്പിയുടെ പേരാ. നിങ്ങളുടെ മന്ത് കണ്ടുകൊണ്ട് പറഞ്ഞല്ല, കാശ് വെച്ചാട്ടെ. ഓരോരുത്തമാരെ തിരിച്ചിരിക്കുക അത് രാവിലെ. ആ ഇവിടുത്തെ കണക്കെന്താ? കാള വന്ന് അപ്പൊ 2. കള്ളില്ലടാ. ഇന്നത്തെ കള്ള് തീരെ മോശമാ, അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. ഓഹോ, ഞാൻ തുറപ്പാ ഞാനേടാ. സപ്ലൈക്ക് നിർത്തിയിരിക്കണം, നീ കുടിച്ച് ഓഫാവണം. കണ്ടറാക്കെ ക്ഷമിക്കണം. ഇവിടെ കുടിക്കാൻ വരുന്നവരെല്ലാം കള്ള് മോശമെന്ന് പറഞ്ഞു. എല്ലാത്തിൽ നിന്ന് ഓരോ ഗ്ലാസ് ഞാൻ അടിച്ചു നോക്കിയത്. രാമേന്ദ്ര, രാമേന്ദ്ര. അമ്മാവ, ഞാനൊന്ന് വീട്ടിലോട്ട് കയറിയിട്ട് വരാം. നീ എന്നോട് ക്ഷമിക്കണം. നിന്നെ കൂടുതൽ ദുഃഖിപ്പിക്കരുതെന്ന് കരുതിയാണ് പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും ഞാൻ എഴുതി അറിയിക്കാഞ്ഞത്. എന്തുണ്ടായി അമ്മാവ? അന്ന് കല്യാണപ്പന്തലിൽ വെച്ച് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ ബോധം കെട്ട് വീണ നിന്റെ അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കും. അവൻ ഒരാപത്തും കൂടാതെ മറിഞ്ഞു വരും. എന്റെ അമ്മയും അനുജത്തിയും. അമ്മേ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, എല്ലാം മറക്കൂ കുഞ്ഞ്. മറക്കാനോ? ആ ദ്രോഹി എന്നെ ചതിച്ചു, എന്റെ കുടുംബം തകർത്തു കളഞ്ഞു. അവനെ ഞാൻ എല്ലാം ക്ഷമിക്കൂ കുഞ്ഞ്.